യെസ്, ശിവദാസ് കന്മനം കൂടി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, മലപ്പുറത്തെ റെയ്ഡ് ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് SDPIയുടെയും അതോടൊപ്പം തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം തന്നെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ SDPIയുടെ ജില്ലാ കേന്ദ്രത്തിൽ തന്നെയുള്ള EDയുടെ ഒരു പരിശോധന കഴിഞ്ഞ ദിവസം അവരുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ED വിവിധ സ്ഥലങ്ങളിൽ, രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇപ്പോൾ കോഴിക്കോടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ED പരിശോധന നടത്തുന്നുണ്ട്. നിരവധി രേഖകൾ മലപ്പുറത്തെ പരിശോധനയിൽ നിന്ന് ഇടുക്കി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 10 നടത്തുന്നുണ്ട്. നിരവധി രേഖകൾ മലപ്പുറത്തെ പരിശോധനയിൽ നിന്ന് ഇടുക്കി ലഭിച്ചിട്ടുണ്ട്. 10:30 ആരംഭിച്ച പരിശോധന ഇപ്പോൾ 2 മണിക്കൂറോളം ആയിട്ടുണ്ട് പരിശോധന. ഈ പരിശോധനയ്ക്കിടയിൽ തന്നെ ഇപ്പോൾ നിരവധി രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. MK ഫൈസി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ MK ഫൈസി, ഇയാൾക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം ഉണ്ട്. ഈ നിരോധിത സംഘടനയ്ക്ക് പലപ്പോഴും SDPIയിൽ നിന്നും പണം ലഭിച്ചിട്ടുണ്ട്, തിരിച്ചും പണം ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും വലിയ രീതിയിൽ തന്നെ SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 61 കോടിയോളം രൂപ ഇത്തരത്തിൽ SDPIയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അനധികൃതമായി SDPIക്കും അതോടൊപ്പം തന്നെ SDPIയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിനും എല്ലാം തന്നെ പണം ലഭിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ കുഴൽ പണവും അനധികൃതമായും പണം എത്തിച്ചായിരുന്നു ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലും എല്ലാം തന്നെ SDPIയും പോപ്പുലർ ഫ്രണ്ടും നടത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ നമുക്ക് SDPIയെ നിരോധിക്കാനുള്ള ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന തുടരുന്നത്. കാരണം തെളിവുകളെല്ലാം തന്നെ കൃത്യമായി ശേഖരിച്ച് അതിനുശേഷം ഒരുപക്ഷെ SDPIയെ നിരോധിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം PFIയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന കൃത്യമായ വിവരം EDക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും കൃത്യമായ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ED റെയ്ഡ് ഇങ്ങനെ രാജ്യവ്യാപകമായി SDPI കേന്ദ്രങ്ങളിൽ നടക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇത് SDPIയുടെ നിരോധനത്തിലേക്ക് നീണ്ടേക്കുമോ എന്ന കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ് EDയുടെ കയ്യിലുള്ളത്. പക്ഷേ EDയിൽ നിന്ന് EDക്ക് അപ്പുറത്തേക്കും അന്വേഷണം പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.